എൻ്റെ വിഷു ആശംസകൾ. അപ്പം നമ്മൾ വിഷുവായിട്ട് ഉണ്ടാക്കാൻ പോണ സാധനത്തിൻ്റെ പേരെന്താണ്? വിഷുവായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കണം. അത് വിഷുവിന് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. എന്താണ്? തിരുവിടയാട. തിരുവിടയാട നമ്മൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നിങ്ങൾക്ക് കസവുമുണ്ടോ കസവ് സാരിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. തിരുവിടയാടയെന്ന് വെച്ചാൽ ദേവി ഇടുന്ന വസ്ത്രമാണ്. തിരുവിടയാട ഉണ്ടാക്കുമ്പോൾ നല്ല ഭാഗം നോക്കി വേണം നമ്മൾ ഉണ്ടാക്കാൻ. നല്ല ഭാഗങ്ങൾ ഇതിൽ കുറേ ഉണ്ട്. അതിപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. തിരുവിടയാട ഉണ്ടാക്കാൻ നമ്മൾതാ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മടക്കാം, 4 മടക്കാം. നമ്മളിപ്പോൾ 4 മടക്കുന്നത്. ഇപ്പോൾ സാരിക്ക് പ്ലീറ്റ് എടുക്കുന്നത് പോലെ നമ്മളിങ്ങനെ പ്ലീറ്റ് എടുത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി തേച്ച് കൊടുക്കണം. നമ്മളിതാ ഫുള്ളും ഇങ്ങനെ പ്ലീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു തുണി കഷ്ണം കൊണ്ട് ഇതിനെ കെട്ടിയെടുക്കാം. അപ്പം നമ്മൾ 3 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയതാ ഈ പർപ്പിളാണ്. ഇപ്പോൾ ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയതാണ്. ഇതിപ്പോൾ ഒരു ഗ്രീനും യെല്ലോ മിക്സ് ആയത് തന്നെ. അപ്പം നമ്മൾ ഇത് 3 ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഇത് ഹാപ്പി വിഷു. നിങ്ങളെല്ലാവരും വിഷുക്കടയൊക്കെ ഒരുക്കി വിഷു സദ്യയൊക്കെ കഴിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് ഹാപ്പി ആയിരിക്കൂ. എല്ലാവർക്കും എല്ലാ വിശ്വാസങ്ങൾ. എന്നാൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു. പിന്നെ നിങ്ങളെ അടുത്ത് ഈ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും എന്നെ കമൻറ്റ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഹാപ്പി വിഷു. താങ്ക് യു.